പെരുന്നാളിനൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിംഗ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. പൈനാപ്പിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു പൈനാപ്പിളിന്റെ നേരെ പകുതിയോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 3 അല്ലെങ്കിൽ ഒരു 4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കണ്ട. ഇപ്പൊ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോ ദാ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിനു ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. നേരെ പകുതിയോളം മാത്രമാണ് കേട്ടോ ബ്ലെൻഡറിൽ ഇട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന, ഫുള്ളായിട്ടല്ല. നല്ലോണം ഇതുപോലെ പേസ്റ്റ് പരുവത്തിൽ ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. വേറൊരു അടുപ്പിൽ ചൈന ഗ്രാസും കൂടെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒരു 15 ഗ്രാം ചൈന ഗ്രാസ് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. പാലിന് പാകത്തിനുള്ള പഞ്ചസാര ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ഇനി ഇത് തിളച്ചതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറക്കുക. ഒരു 2 മിനിറ്റ് ഒക്കെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ പാല് പിരിഞ്ഞു പോവില്ല കേട്ടോ. ഇനി ഇത് വീണ്ടും തിളക്കണ്ട, നല്ലോണം ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കിത് ഞാനിപ്പോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. കുറച്ച് കാര്യങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുണ്ട്. ആദ്യം 1/4 കപ്പ് നിറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് നിറച്ച് തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 3/4 ടിന്നാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ ഒരു പൈനാപ്പിൾ വേവിച്ച ഈ ഒരു പേസ്റ്റ് ആണ്. മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള പേസ്റ്റ് ആണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള. ഇതും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നല്ലതാ പാകത്തിനായിട്ടുണ്ട്. പാല് പിരിഞ്ഞു പോയ ഇതൊന്നുമില്ല. ഇനി ഈ ഒരു ട്രെയിലോട്ട് ഞാൻ കുറച്ച് പൈനാപ്പിൾ വേവിച്ചത് നമ്മൾ മാറ്റി വെച്ചില്ല, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒന്ന് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിന്റെ മുകളിലോട്ട് ഈ ഒരു പുഡിംഗ് മിക്സ് 1/4 ഭാഗത്തോളം ഈ ഒരു ട്രെയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അതിന് വേറൊരു കണ്ടെയ്നറിലും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതിന്റെ മുകളിലോട്ട് വേവിച്ച പൈനാപ്പിളും അതുപോലെ കുറച്ച് പൈനാപ്പിൾ ജെല്ലി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നല്ല പാകത്തിന് സെറ്റ് ആവും. അപ്പൊ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പുഡിംഗ്. നല്ല ക്രീമി ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട്. എല്ലാം നല്ല പാകത്തിനുള്ള അളവാണ്. വേറൊരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്തത് ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കണ്ടെയ്നറിലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ, പെരുന്നാളിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാ നല്ല പാകത്തിന് സെറ്റ് ആയിട്ടുണ്ട്. നല്ല ക്രീമി ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളതും നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. ഇനി പൈനാപ്പിൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക.